മോഹൻലാൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ എന്തു പറയാനായിട്ട് ഒരു ഗിഫ്റ്റഡ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ഈ മമ്മൂട്ടി അങ്ങനെയല്ല. എല്ലാ മനുഷ്യരും നന്നാവണം, പക്ഷെ ഇവർക്ക് ഒന്നാം സ്ഥാനത്ത് നിൽക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ അവരുടെ കുഴപ്പം. ഉറക്കം മതിയാവാതെ ആ മുഖത്ത് അത്രയും വലിയ ആ ക്ഷീണവും ഉറക്കം മാറാതിരിക്കുന്ന ഒരു ഭാവം വേണ്ടേ, ആ ഭാവം ഇയാളിങ്ങനെ കൊടുത്ത് ഷോട്ട് എടുത്ത് കഴിഞ്ഞതിന് ശേഷം വെളിയിൽ വരികയാണ്. വെളിയിൽ വരുമ്പോഴത്തേക്ക് അഭിനയിച്ചുകൊണ്ടിരുന്ന സെയിം മൂടാണ്. ചെന്നൈ ജീവിതം നമുക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ഒരുപാട് പേര് അലഞ്ഞിരിക്കുന്നതും നന്നാവുന്നതും നശിക്കുന്നതൊക്കെ കണ്ട ഒരു വ്യക്തിയാണ് സാർ. അന്ന് ഈ പറയുന്ന ഒരുപാട് അലഞ്ഞിരിക്കുന്ന താരങ്ങളെ കണ്ടിട്ടുണ്ട് സാർ. ആദ്യം അതിൽ പറയേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ 1966 മദ്രാസിലെത്തുന്നത് സിനിമയിലേക്ക്. അന്ന് എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന, നിങ്ങൾ പേര് പറഞ്ഞാൽ അറിയുന്ന ഒത്തിരി ആൾക്കാർ ഇന്ന് നോക്കുമ്പോൾ അവരെയൊക്കെ അപേക്ഷിച്ചിട്ട് ഞാൻ എത്രയോ ഉയർച്ചയിലാണ്. ഇത്ര പോലും ജീവിക്കാൻ കഴിയാതെയും അറിയപ്പെടാതെയും അങ്ങനെയുള്ള ഒരുപാട് ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പല രീതിയിൽ. അല്ല, അന്ന് ഈ ചാൻസിനുണ്ടെങ്കിൽ അലയുന്ന ഇന്ന് രക്ഷപ്പെട്ട ആരെങ്കിലും സാർ കണ്ടെത്തി? അന്ന് എല്ലാവരും ഇപ്പോൾ സുധീർ, രാഘവൻ, ശ്യാംകുമാർ, നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ചൻ, എല്ലാം മ്യൂസിക് ഡയറക്ടർ രവീന്ദ്രൻ, ഇവരെല്ലാം ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ, ഹരിഹരൻ, IV ശശി, എല്ലാം ഞങ്ങൾ ഒരു കാലഘട്ടത്തിലെ ആൾക്കാരാണ്. അതുപോലെ തന്നെ ഈ പോൾ വെങ്ങോല, പിന്നെ രാധാകൃഷ്ണൻ, അങ്ങനെ ഒരു പ്രതാപചന്ദ്രൻ, ഇങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകളൊന്നുണ്ട്. മനസ്സിലായില്ലേ? അവിടെ നിന്നൊക്കെ കടന്ന് നമ്മളിപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നു, എല്ലാ വേഷങ്ങളും കെട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവം നമ്മളെ കടാക്ഷിച്ചിരിക്കുകയാണ്, ഇല്ലേ? അയ്യോ, അദ്ദേഹത്തിനെയൊക്കെ കാണാനും ധാരാളം അടുത്ത് ഇടപഴകാനും അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിക്കാനും കൂടെ അഭിനയിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതെ അതെ, അത് ആദ്യമൊക്കെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് അവിടെ ദൂരെ ഇരിക്കണതാണ് കാണുന്നതൊക്കെ. പിന്നെ നമ്മൾ അഭിനയിക്കുന്ന പടത്തിലൊക്കെ ആകുമ്പം ദൂരെ മാറി നിൽക്കുമ്പോൾ അദ്ദേഹം വിളിക്കും, പരിചയപ്പെടും. അങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ സ്വതന്ത്രമായിട്ട്, അങ്ങനെ ശരിക്കും അങ്ങനെയോട് പറയാൻ പാടില്ലാത്ത വാക്കൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളൊക്കെ പഠിക്കുമ്പം സാറിന് പൂവമ്പഴം എന്നാണ് എല്ലാവരും വിളിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയാതെ വിവരക്കേട് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം ചിരിക്കും. വേറെ വല്ലതുണ്ടെങ്കിൽ എഴുച്ചടിച്ചു. അന്നത്തെ ഈ പൂമ്പഴം എന്ന് പറയുമ്പോൾ കാണാൻ കൊള്ളാമെന്നുള്ള, അങ്ങനെ നല്ല സുന്ദരനായി തുടുത്തിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ആണല്ലോ പറയുന്നത്. ആ രീതിയിലൊക്കെ പറയുമ്പോഴേ അങ്ങനെ ചിരിക്കുകയുള്ളൂ. വേറെ നേരെ മറിച്ച് സത്യം മാഷ് അടുത്തായിട്ടായിരുന്നെങ്കിൽ അന്ന് അടിച്ചു ശരിയാക്കിയാണ് ഉണ്ടായിരുന്നു. അല്ല മാത്രമല്ല, അദ്ദേഹത്തിനുമായിട്ടുള്ള അടുക്കാൻ തന്നെയുള്ള ഒരു പേടി എന്ന് വെച്ചാൽ, അന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, പത്രക്കാരൻ ഉണ്ടായിരുന്നു, ഈ പ്രതിച്ഛായ എന്ന് പറഞ്ഞിട്ട്, ഈ പറഞ്ഞല്ലോ, അതെൻ്റെ പത്രമായിരുന്നു. ഇപ്പോഴും കേരള കോൺഗ്രസിൻ്റെ പത്രമാണ് അത് ഞാൻ വിറ്റതാണ്. അപ്പോൾ അത് ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൂടെ ഞാൻ മദ്രാസിൽ ഒരു തൊഴിലായിട്ട് നടക്കുമായിരുന്നു, ജേർണലിസ്റ്റായിട്ട്. അപ്പോൾ ഞാൻ പ്രേം നസീറിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ട് അതടിച്ച കോപ്പി കൊണ്ടുവന്ന് വിവാഹിതയുടെ സെറ്റിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ കൈ കൊടുക്കുന്നത്. അപ്പം പത്മിനി സത്യനൊക്കെ ഉണ്ട്. പുഷ്യരാഗ നഖമുന്നയാൽ എന്നുള്ള വരികൾ പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ സാർ ഇതിങ്ങനെ വായിക്കുമ്പോഴത്തേക്ക് ഈ പ്രതിച്ഛായ എന്നുള്ളത് കാണുകയും ഇദ്ദേഹം ഇങ്ങനെ നിന്ന് വായിക്കുന്നതായിട്ടൊരു ഫോട്ടോ ഞങ്ങളെടുത്തു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം മാഷ്. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കണമെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിനെ പണക്കരുതല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത് വന്നു. സാറിൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ വരുന്നുണ്ടെന്ന്. അദ്ദേഹം അടുത്ത്, ഞാൻ തൻ്റെ വീട്ടിൽ വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് ഉടനെ റിയാക്ട് ചെയ്തു അദ്ദേഹം. ഞാൻ ഒന്നും ഉണ്ടാകുന്നു, കാരണം അവരൊക്കെ അന്നത്തെ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ തന്നെ ഹൃദയത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നടിച്ച് പറയും. പക്ഷേ ഈസ് വെരി സിൻസിയർ മാൻ. അത് ആ കാലം വേറെയാണ്. അത് എല്ലാം മനുഷ്യരെല്ലാവരും മനുഷ്യ സ്നേഹികളാണ്. അവരെല്ലാവരും മറ്റുള്ളവരെയും കൂടെ കരുതുന്നവരാണ്. അത് ആ കരുതൽ ഇപ്പോഴത്തെ നടന്മാരിലെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയിലും മോഹൻലാലും എല്ലാം ഞാൻ കാണുന്നുണ്ട്. ആ കരുതൽ അവർക്കും ഉണ്ട്. അങ്ങനെ ഞാൻ ഉപമിക്കുകയൊന്നുമില്ല, കാരണം അവരൊക്കെ അതിനേക്കാളും പ്രതിഭകൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളവർ, അതില്ലെന്നൊന്നും പറയാൻ ഒക്കില്ല. പിന്നെ അന്നത്തെ കാലത്ത് ഇതൊക്കെ ഭയങ്കര, അതായത് നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഒരു കാലഘട്ടമാണ്. എല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും നമുക്കൊരു അഭയമുണ്ടെന്നും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. ഇന്ന് അതില്ലല്ലോ. ഈ മമ്മൂട്ടിയുടെ സാർ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, മാത്രമല്ല അടുത്ത ഇടവേള സമയം കിട്ടും. പക്ഷെ മോഹൻലാൽ എത്ര ബന്ധം
ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ദൃശ്യത്തിൽ ഒക്കെ അഭിനയിച്ചതല്ല, ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന ആളല്ലേ, ഒരു അനിയനെ പോലെ തന്നെ ആയിരുന്നു. അയാളുടെ വീട്ടിൽ അയാളുടെ അച്ഛനുമായിട്ടൊക്കെ എനിക്ക് വലിയ അടുപ്പമുണ്ട്. അച്ഛനും ജ്യേഷ്ഠനും അമ്മയൊക്കെ ആയിട്ട് നല്ല, ഞാൻ അമ്മയെ കാണാൻ സൗകര്യം കിട്ടുമ്പോൾ എറണാകുളത്തുള്ളപ്പം പോകും. ലാൽ എനിക്കൊരു അനിയനെ പോലെ തന്നെയാണ്, വളരെ അടുപ്പമുണ്ട്. മലയാള ഇൻഡസ്ട്രി നിൽക്കുന്ന ഈ രണ്ട് താരങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഇത്രയും ജനറേഷൻ വന്നിട്ട് പോലും. അതെന്തായിരിക്കും സാർ കാണുന്ന പ്രത്യേകത? അത് അവരുടെ ഏറ്റവും ആർക്കും ഇല്ലാത്ത സ്വഭാവ വിശേഷതയുണ്ട് അവർക്ക്. കാരണം ആരെപ്പറ്റിയും പരദൂഷണം പറയില്ല. എല്ലാ മനുഷ്യരും നന്നാവണം, പക്ഷെ ഇവർക്ക് ഒന്നാം സ്ഥാനത്ത് നിൽക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ അവരുടെ കുഴപ്പം. അവരുടെ ഒന്നാം സ്ഥാനം കീപ്പ് ചെയ്യാൻ അവർ ശ്രമിക്കും. അത് കഴിഞ്ഞാൽ എല്ലാവരും നന്നായിരിക്കണം. നമ്മൾ ചുമ്മാ ഇരുന്ന് സംസാരിക്കുമ്പം പോലും തമാശകൾ കേൾക്കാനും രസിക്കാനുമാണ് അവർക്കിഷ്ടം. വേറൊരാളുടെ ദൂഷ്യം പറയണമെങ്കിൽ അത് വിട് വേറെ കാര്യം പറയാമെന്ന് പറയും. ആരും അങ്ങനെ ഒരു ഇതില്ല. അപ്പം അത്രയും നന്മയുള്ളൊരു ഹൃദയം ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഫലം കിട്ടില്ലേ? തന്നെയാണ് അവരുടെ കാര്യം. അവരെന്തൊക്കെ ചെയ്യണു, ആരൊന്നും അറിയാതെ അവരെന്തൊക്കെ ചെയ്യണു. അത് മോഹൻലാൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ എന്തു പറയാനായിട്ട് ഒരു ഗിഫ്റ്റഡ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ഈ മമ്മൂട്ടി അങ്ങനെയല്ല. ഈ അയാളുടെ ജീവിതം മുഴുവൻ അദ്ദേഹം ഇങ്ങനെ വൈഡൂര്യക്കല്ല് തേച്ചൊരച്ച് മിനുക്കി കൊണ്ടുവരുന്നത് പോലെ ഇങ്ങനെ സ്വയം അധ്വാനത്തിലൂടെ അങ്ങനെ ഒരു നടനാവാനൊക്കെ എന്തൊക്കെയാണ് ശാസ്ത്രീയമായ ഒരു ജീവിതം നയിക്കേണ്ടത്, അതേപോലെയുള്ളൊരു ജീവിതമൊക്കെ കരുപ്പിടിപ്പിച്ച് പല ഇഷ്ടങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഈ രംഗത്ത് അങ്ങേര് ഉദ്ദേശിക്കുന്നിടത്ത് എത്താൻ വേണ്ടിയും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് ആ ചരിത്രത്തിൽ ഇടം നേടാനും ഒക്കെ അത്രയും പെയിൻ എടുക്കുന്ന ആളാണ്. അദ്ദേഹത്തെ വെച്ച ഒരു പടമാണ് ഞാൻ ചെയ്തതെങ്കിലും അദ്ദേഹത്തിനെ വയ്ക്കുമ്പോഴത്തേക്ക് പടം തുടങ്ങിക്കഴിഞ്ഞാൽ സമ്മതിച്ച് നമ്മൾ എഗ്രിമെൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പടം ഷൂട്ട് ചെയ്യുന്നത് വരെ പുള്ളി ദിവസവും അതിൻ്റെ പ്രോഗ്രസ്, അതിൻ്റെ ചർച്ച ഇതിങ്ങനെ നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഉദാഹരണം, ഏത് ഡ്രസ്സ് വേണം, എങ്ങനെ വേണം, അവിടെ എങ്ങനെ, അത് അങ്ങനെ ചെയ്യാൻ, അങ്ങനെ ഇന്ന കഥാപാത്രം ഇന്നാരെ എന്നുള്ള ഒരു കണ്ടീഷനിൽ എപ്പോഴും ആ ഒരു ചിന്തയും അതിലുള്ള ഇൻവോൾവ്മെൻറ്റ്സും ഉണ്ട്. മനസ്സിലായോ? മോഹൻലാലിന് ഞാൻ അങ്ങനെ അത് കണ്ടിട്ടില്ല. ഒരു കാര്യം, അദ്ദേഹം ഇങ്ങനെ എല്ലാം ആ ഒരു ജീവിതത്തിൻ്റെ താളം അങ്ങനെ രസിച്ച് ഇങ്ങനെ സംഭവിച്ചു പോകുന്നു. അദ്ദേഹം തന്നെ പറയാറുണ്ട്, എല്ലാം സംഭവിച്ചു പോകുന്നതാണ്, നമ്മൾ കരുതി കുട്ടിയൊന്നും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ഒരു അത്ഭുതം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം വാനപ്രസ്ഥം എന്ന് പറഞ്ഞൊരു പടം ഇവിടെ കുതിരമാളികയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ, ഞാനിത് എവിടെയോ പറഞ്ഞിട്ടുണ്ട്, കുതിരമാളികയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ, മണിയമ്പിള്ള രാജു, വേണു നാഗവള്ളി, അങ്ങനെ കുറേ പേര് ചെന്ന് അദ്ദേഹത്തിനെ കാണാൻ ചെന്ന് അവിടെ ഇരുന്ന് സംസാരിച്ച് തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് അകത്ത് ഷോട്ട് റെഡി എന്ന് പറയുന്നത്. ആ ഷോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഥകളിക്കാർ കാലത്തെ കളി, വെളുപ്പാങ്കാലത്ത് കളി അവസാനിക്കുമ്പോൾ ഉറക്കക്ഷീണോ ഇതൊക്കെ അവരെ വല്ലാതെ ഇതായിരിക്കും. അവർ പെട്ടെന്ന് വന്നിട്ട് ഓയിലൊക്കെ തേച്ച് മുഖത്തെ മേക്കപ്പ് മാറ്റാനൊന്നും ശ്രമിക്കില്ല. അവർ ഈ കൈ കിട്ടിയ ന്യൂസ് പേപ്പർ എടുത്ത് ഇതങ്ങ് ശക്തമായിട്ട്, അപ്പോൾ അവിടെയൊക്കെ ഒട്ടിയിരിക്കും. അത് അത്യാവശ്യം എല്ലാം ഒന്ന് തുടച്ച് മാറ്റിക്കൊണ്ട് അടുത്ത് കാണുന്ന ടേബിളിലൊന്ന് വലിച്ചെടുത്തിട്ട് അതിൽ കയറി കിടന്ന് നേരം പുലരുന്നതിനും ഈ കളി അവസാനിച്ചതിന് ഇടയ്ക്കുള്ള ആ ഷോർട്ട് പീരീഡ് അവർ കിടന്ന് ഉറങ്ങും. അപ്പോൾ ഈ അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ട് എണീക്കുന്നതാണ് ഷോട്ട്. അപ്പോൾ എണീക്കുമ്പോൾ ഉറക്കം മതിയാവാതെ ആ മുഖത്ത് അത്രയും വലിയ ആ ക്ഷീണവും ഉറക്കം മാറാതിരിക്കുന്ന ഒരു ഭാവം വേണ്ടേ, ആ ഭാവം ഇയാളിങ്ങനെ കൊടുത്ത് ഷോട്ട് എടുത്ത് കഴിഞ്ഞതിന് ശേഷം വെളിയിൽ വരികയാണ്. വെളിയിൽ വരുമ്പോഴത്തേക്ക് അഭിനയിച്ചുകൊണ്ടിരുന്ന സെയിം മൂടാണ്, മുഖത്തൊന്നും ഇത് മാഞ്ഞു പോയിട്ടില്ല. ഞങ്ങളെ കൂടെ വന്ന് സംസാരം തുടങ്ങി ഒരു 10 നിമിഷം കഴിഞ്ഞപ്പോഴാണ് നോർമൽ മോഹൻലാലായത്. ഇത് സഡനായിട്ട് അങ്ങ് അവിടെ ക്യാമറയുടെ മുമ്പിൽ വരികയും അതുപോലെ ഇങ്ങനെ മാറിപ്പോവുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം തന്നെ അറിയുന്നില്ല അദ്ദേഹം ചെയ്യുന്നത്. ഈ സ്ക്രീനിൽ പലരും പല അനുഭവം പറഞ്ഞിട്ടുണ്ട്. ചെയ്തപ്പോഴത്തേക്ക് എന്തോന്ന് ലാൽ ചെയ്തത് ശരിയായോ മറ്റായോ എന്നൊക്കെ വലിയ പ്രശസ്ത സംവിധായകർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്ക്രീനിൽ കാണുമ്പോൾ ഇവരാരും പ്രതീക്ഷിക്കാത്ത രസം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തതകളാണ് അതിനകത്തുള്ളത്.